എല്ലാവർക്കും നമസ്കാരം. അഞ്ജസ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഒറ്റ ചുവടെ പഠിക്കുന്നുള്ളൂ. നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള, അല്ല ഈസി ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഈസി അല്ല, പക്ഷേ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം നമുക്ക് പദമൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ നല്ല ഇച്ചിരി ടഫായിട്ടുള്ള സ്ഥിതികളൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചുവടാണ് ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് പാത്തുക്കുട്ടിയും കൂടെയുണ്ട്. പാത്തുക്കുട്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യില്ലേ? ഇല്ലേ? ഒരു ഹായ് കൊടുത്ത് എല്ലാവർക്കും ഹായ് പറ. ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക, ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ വലത്തേ കാല് മുൻപോട്ടേക്ക് വയ്ക്കുക. 1. ബാക്കി ഇരിക്കുന്ന കാല് 2. ഫ്രണ്ടിൽ ഇരിക്കുന്ന കാല് 3. അതേ കാല് 4. കിട്ടിയോ? ഇച്ചിരി ഒരു ട്വിസ്റ്റഡ് ആണ്, ഇത് ശ്രദ്ധിച്ചിരുന്നാലേ കിട്ടുമല്ലേ. 1 2 3 4. ഇങ്ങോട്ട് എൻ്റെ കൂടെ ഒന്ന് കളിച്ച്. 1 2 3 4. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ബാക്കിലെ ഇങ്ങനെ വെച്ചേക്കുന്ന ഈ കാലുണ്ടല്ലോ, ഇത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. 1 2 വെച്ചോ. ഇനി ഇപ്പുറത്തെ കാല് 1 2. വീണ്ടും 1 2 1 2. നമുക്ക് പാട്ടിൻ്റെ കൂടെ ഒന്ന് കളിക്കാം. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ആ ഒരു കറക്റ്റായിട്ട് ഒരു സീക്വൻസിൽ കിട്ടുവേ. നോക്കാം. 1 2 3 സ്റ്റാർട്ട്. എരിക്കിൻ പൂവളത്തിലങ്ങൾ മാല ധരിച്ചും കൊണ്ടിരിക്കും ശങ്കര പ്രഭോ ഇതാരുന്ന് തൊഴുന്നേ. കണ്ടോ? ഇത്ര സ്റ്റെപ്പാണ് ഞാനത് കൗണ്ട് ചെയ്ത് പറയാം എത്ര ഉണ്ടെന്നേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. 16 ചുവടുകൾ ഒറ്റ സ്ട്രെച്ചിലാണ് എടുക്കുന്നത്. 2 ചുവടുകൾ മിക്സ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അത് ഒറ്റ സ്ട്രെച്ചിൽ ആ പാട്ട് തീരുന്നേരം വരെ ആ ലൈൻ ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. കിട്ടിയോ എല്ലാവർക്കും? ഒന്നുകൂടെ നോക്കിക്കേ. 1 2 3 4. ഞാൻ ബാക്കി ഇരിക്കുന്ന കാല് തന്നെ മുന്നോട്ട് വരണം, അല്ല തെറ്റുവേ. 5 6. ഇനി അടുത്ത കാല് പുറകോട്ട് പോകണം. 7 8. വീണ്ടും 9 10. വീണ്ടും 11 12. വീണ്ടും 13 14. വീണ്ടും 15 16. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ കൈ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. സിമ്പിളാണ്. കൈതാ 1 2. കാല് മുൻപോട്ട് പോകുമ്പോൾ 3 4. ഇങ്ങനെയാ 3 4. ഓക്കെ. 1 2 3 4. ഇനി 5 6. ഇങ്ങോട്ട് കാല് ഇപ്പുറത്തെ കാല് പുറകോട്ട് പോകുമ്പോൾ സൈഡിലോട്ട് ചെയ്യണം. 7 8 9 10 11 12 13 14 15 16. ഓക്കെ ആണോ? ഒന്നുകൂടെ നോക്കിക്കേ. 1 2 3 സ്റ്റാർട്ട്. എരിക്കിൻ പൂവളത്തുലം മാല ധരിച്ചും കൊണ്ടിരിക്കും ശങ്കര പ്രഭോ ഇതാരുന്നേ. ഇനി ഇത് തന്നെ പുറകോട്ട് കൊടുക്കാൻ വിജയിച്ചുണ്ട്. എരിക്കിൻ പൂവളത്തിലം മാല ധരിച്ചും കൊണ്ടിരിക്കും ശങ്കര പ്രഭോ ഇതാരുന്നേ. എല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ഫേസ് കൂടെ കാണുന്ന രീതിയിൽ അത് കളിച്ച് കാണിക്കാമേ. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. എരിക്കിൻ പൂവളത്തിലം മാല ധരിച്ചും കൊണ്ടിരിക്കും ശങ്കര പ്രഭോ വര വര വര. എരിക്കിൻ പൂവളത്തിലം മാല ധരിച്ചും കൊണ്ടിരിക്കും ശങ്കര നമുക്ക് പോവാം, മക്കളെ പോവാം. ബാമയുടെ അടുത്ത് നമുക്ക് പോവാം. ഇതിലൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരുമ്പോൾ നമ്മുടെ ഫുൾ ശരീരം തലയിലെ തിരിയണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമല്ലേ?
എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ചുവട് ഇഷ്ടമായോ? കളിച്ച് പിടിക്കാൻ പാടുണ്ടോ പാത്തു? അമ്മ കളിച്ച സ്റ്റെപ്പ് പാടുണ്ടോ? പോവാം പാത്തുക്കുട്ടി അച്ഛൻ വീട്ടിൽ പോകാനായിട്ട് ഇങ്ങനെ ധൃതി വെച്ച് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ വരാം, വീണ്ടും വരാം. എല്ലാവരോടും താങ്ക് യു പറ. താങ്ക് യു. സി യു ലേറ്റർ പറ. ബൈ ഫ്രണ്ട് സുരേഷ്.